കമലഹാസൻ പറഞ്ഞത് മുഴുവനും ജോജുവിനെ കുറിച്ചായിരുന്നു. എനിക്ക് ജോജുവിനെ അറിയില്ല. പക്ഷേ ജോജുവിനെക്കുറിച്ച് അഭിനയിക്കാൻ വന്ന ജോജുവിൻ്റെ ഇരട്ട എന്ന സിനിമ ഞാൻ കണ്ടു. ഇരട്ട സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ജോജുവിൻ്റെ ആരാധകനായി. അത്ര ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ രണ്ട് ഇരട്ട സഹോദരന്മാരെയാണ് ജോജു അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥന്മാരാണത്. അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ ദുഃഖങ്ങൾ, അതിൻ്റെ ട്രാജഡികൾ എല്ലാം വളരെ വ്യത്യസ്തമായി തന്നെ ജോജു അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ജോജു ഇരിക്കുക എൻ്റെ അടുത്തുണ്ട്. ജോജു ഞെട്ടും. കാരണം ജോജു ഇവിടെ വന്നേ മുതൽ എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ എണീറ്റ് നിന്ന് ഐ ലവ് യു സാർ എന്ന് പറയാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതെ പോകാറാണ് പതിവ്. ജോജു അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും മനസ്സിൽ വിചാരിക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം അത് കോമൺ ആണ്, എല്ലാവർക്കും തോന്നാവുന്നത്. ഞാനൊരു ധിക്കാരിയാണ്, ഞാൻ അഹങ്കാരിയാണ്, സഹ ആർട്ടിസ്റ്റിനോട് സ്നേഹമില്ലാത്തവനൊക്കെ വിചാരിച്ച് കാണും. പക്ഷെ അതൊരു നമ്പർ തന്നെയാണ്. നമ്മളൊരാളെ കാണുമ്പോൾ എപ്പോഴും ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരാളെ കാണുമ്പോൾ എണീറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു പ്രാവശ്യം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും അങ്ങനെ കാണിക്കരുത്. ഇത് ഇങ്ങനെ ഞാൻ മനസ്സിലുണ്ട്. അത് സ്നേഹക്കുറവുണ്ടായിട്ടോ ജോജുവിൻ്റെ കഴിവില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല.